ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും തിരുവചനത്തിൽ നിന്ന് പുതിയ മന്ന ഭക്ഷിച്ച് സന്തോഷത്തോടെ മുന്നേറുവാൻ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 5-ാം വാക്യം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നു. ഇയ്യോബ് 36:5. ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല, അവൻ വിവേകശക്തിയിലും ബലവാൻ തന്നെ. പ്രിയരെ, നമ്മുടെ ദൈവത്തിൻ്റെ അനേകം പ്രത്യേകതകൾ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങളാണ് ഈ വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ 2 പ്രത്യേകത. ഒന്ന്, ദൈവം ബലവാനാണ്. രണ്ടാമത്തെ കാര്യം, ആരെയും നിരസിക്കുന്നില്ല. ഈ തിരുവചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര ആശ്വാസവും സമാധാനവും ലഭിക്കുവാനിടയായി തീരും. നമുക്കറിയാം, നിരസിക്കുന്നൊരു ലോകത്താണ്, തിരസ്കരണങ്ങളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഉന്നതമായ പൊസിഷനുകളിലേക്ക് ആരെങ്കിലും എത്തിച്ചേർന്നാൽ താഴെയുള്ളവരോട് കരുണ കാണിക്കാത്ത, താഴെയുള്ളവരെ കരം പിടിച്ചുയർത്താത്ത, കൂടെ നിർത്താത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരവരുടെ പൊസിഷൻ അനുസരിച്ചുള്ളവരുമായിട്ട് കൂട്ടുകൂടേണ്ടതിന്, സൗഹൃദം പങ്കിടേണ്ടതിന്, കൂട്ടായ്മ ആചരിക്കേണ്ടതിന് മനുഷ്യൻ കൊതിച്ചുകൊണ്ട് മുൻപിലേക്ക് പോകുമ്പോൾ ഈ വാക്യം പറയുകയാണ്, നമ്മൾ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവം ബലവാനാണ്. ആമേൻ. ദൈവം സകലത്തെയും പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ശക്തനാണ്. ദൈവത്തിന് സകലവും കഴിയും. അടുത്ത പദം എഴുതിയിരിക്കുന്നു, എങ്കിലും ആരെയും നിരസിക്കുന്നില്ല. തുല്യമെന്ന് പറയുവാൻ ദൈവത്തോളം മറ്റൊന്നില്ല. എന്നാൽ ഏറ്റവും എളിയവനെ പോലും, ഏറ്റവും ചെറിയവനെ പോലും ചേർത്ത് നിർത്തുവാൻ, മാറോടണയ്ക്കുവാൻ, കൈക്ക് പിടിക്കുവാൻ കൊതിക്കുന്നൊരു കർത്താവിനെ തിരുവചനത്തിനകത്ത് കാണുവാനായി കഴിയും. എല്ലാവരാലും തള്ളപ്പെട്ട് ആർക്കും വേണ്ടാത്തൊരു ജീവിതത്തിൻ്റെ ഉടമസ്ഥരായി ഈ പ്രഭാതത്തിലും മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ ഭാരത്തോടെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബൈബിൾ എഴുതിയിരിക്കുകയാണ്, ബലവാനായ ദൈവം നമ്മെ നിരസിക്കുന്നില്ല. നിരസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്നില്ല, ഏറ്റെടുക്കുമെന്ന്, ചേർത്തുകൊള്ളുമെന്ന്, അംഗീകരിക്കുമെന്ന്, ഉപേക്ഷിക്കത്തില്ലെന്ന്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ധാരാളം വിഷയങ്ങളോടെ നിങ്ങൾ ദൈവപാദപീഠത്തോട് അടുത്ത് വരുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, വിഷയം ഏതായാലും നിരസിക്കാത്തൊരു ദൈവത്തെ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിൽ പ്രവാദമായ പല കേസുകൾക്കകത്തും പലരും പെട്ടപ്പോൾ കൂട്ടുകാർ അവരെ തള്ളിക്കളഞ്ഞു. എന്തിന്? പെറ്റമ്മ പോലും ഉപേക്ഷിച്ച് കളഞ്ഞ ധാരാളം സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. വലിയ വലിയ പ്രതിസന്ധികൾക്കകത്തും പ്രതികൂലങ്ങൾക്കകത്തും ആരെങ്കിലും പെട്ടുപോയാൽ ഒരുപക്ഷെ വീണ്ടെടുക്കുവാൻ കഴിയാത്ത നിലയിൽ വലിയ നഷ്ടങ്ങൾക്കകത്ത്, തകർച്ചകൾക്കകത്ത് ആരെങ്കിലും പെട്ടുപോയാൽ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ അവരിലും വലിയവർ കരുണ കാണിക്കാതിരിക്കുമ്പോൾ
ഈ വാക്യത്തിനകത്ത് പറയുന്നു, വിഷയം എത്ര വലുതാണെങ്കിലും നിരസിക്കാത്തൊരു ദൈവമുണ്ടെന്ന്. നിങ്ങളുടെ വിഷയം ബാങ്കുകാർ തള്ളിയതാണോ? ഹോസ്പിറ്റൽ തള്ളിയതാണോ? പോലീസ് സ്റ്റേഷനിൽ പരിഹാരമില്ലാതെ, ന്യായം കിട്ടാതെ, വേദനയോടെ, ആവലാതിയോടെ, തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങി ഹൃദയത്തിനകത്ത് മുറിവോടെ, ഭാരത്തോടെയാണോ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നത്? ഞാൻ പറയാം, ന്യായപ്രമാണം തള്ളിക്കളഞ്ഞ, അഥവാ ന്യായപ്രമാണത്തിന് രക്ഷിക്കുവാൻ കഴിയാത്ത, ന്യായപ്രമാണം ചേർത്ത് പിടിക്കാത്ത എത്ര പേരെയാണ് പുതിയ നിയമത്തിനകത്ത് നമ്മുടെ കർത്താവ് ചേർത്ത് പിടിച്ച് പുതു ജീവിതം നൽകി കൊടുത്തത്. ആമേൻ. ന്യായപ്രമാണം തള്ളിക്കളഞ്ഞവരുണ്ട്, ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയവരുണ്ട്. അങ്ങനെ സമൂഹത്തിൽ പല നിലകളിൽ തള്ളിക്കളയപ്പെട്ട അനേകം പേരുണ്ട്. മത്തായി സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കുഷ്ഠരോഗത്താൽ പിടിക്കപ്പെട്ട അനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പഴയ നിയമം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ കുഷ്ഠരോഗം ന്യായപ്രമാണം അംഗീകരിക്കാത്തതാണ്. ന്യായപ്രമാണത്തിന് വിടുവിക്കുവാൻ കഴിയാത്തതാണ് കുഷ്ഠരോഗിയുടെ ജീവിതം. എന്നാൽ നമ്മുടെ കർത്താവ് തൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ അനേകം കുഷ്ഠരോഗികളെ വിടുവിച്ച ചരിത്രം പുതു നിയമത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയരെ, ന്യായപ്രമാണം നിരസിച്ചാലും മുൻപിൽ നിൽക്കുന്ന പുരോഹിതന്മാർ അവജ്ഞയോടെ മാറി നിന്നാലും സമൂഹം മുഴുവനും ഒറ്റപ്പെടുത്തിയാലും നിരസിക്കാത്ത ഒരു മഹാദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് ആലോചിക്കുമ്പോഴേ അതാനന്ദത്തിന് കാരണമാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയാം, ആരെയും നിരസിക്കാത്ത ദൈവം. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, എത്ര വലിയ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നിരസിക്കാത്ത കർത്താവ്. മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ കനാന്യ സ്ത്രീയെ കുറിച്ച് ദൈവജനത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പിൻപറ്റിയ ജാതീയ സ്ത്രീ. യേശുവിന്റെ ശിഷ്യന്മാരിൽ പലരും യേശുവിനോട് പറഞ്ഞു, അവിടെ പറഞ്ഞു വിടണമെന്ന്, സൗഖ്യമാക്കണമെന്നല്ല, ഒരു വിടുതൽ കൊടുക്കണമെന്നല്ല പറഞ്ഞത്, കനാന്യ സ്ത്രീയെ പറഞ്ഞു വിടണമെന്ന്. എന്നാൽ കുറച്ചു സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ യേശു അവരുടെ വിഷയത്തിനകത്ത് ഇടപെട്ട് വലിയ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. ആരെല്ലാം കൈവിട്ടെങ്കിലും, ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും, പ്രതിസന്ധികൾ എത്ര ഭയാനകമായിട്ട് കണ്ണിന്റെ മുൻപിലുണ്ടെങ്കിലും, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നിരസിക്കാത്ത ദൈവം. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് ദൈവമുഖത്തേക്ക് നോക്കി ആവലാതിയോടെ ഇരിക്കുന്ന വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആരെയും നിരസിക്കുന്നില്ല. കുരുടനെയും കുഷ്ഠരോഗിയെയും ചെകിടനെയും രക്തസ്രാവക്കാരത്തിയെയും പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയെയും ആരെയും മരിച്ചുപോയ ലാസറിനെയും നിരസിച്ചു കളയാത്ത മഹാദൈവം ഈ പ്രഭാതത്തിൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ നമ്മെ അംഗീകരിക്കേണ്ടതിന്, ഏറ്റെടുക്കേണ്ടതിന് തിരുകരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണ്ണം സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം ദൈവത്തോട്. മറക്കരുത്, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. ദൈവം ഉന്നതനാണ്, ബലവാനാണ്, സർവശക്തനാണ്. പക്ഷേ
ഏഴകളെ പോലും ചേർത്ത് പിടിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നമുക്കൊരിടമുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ പാദപീഠം. ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാമോ ദൈവസന്നിധിയിൽ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ, പൊന്നുകരങ്ങളിൽ വഹിക്കണമേ, നന്മകളെ കൊടുക്കണമേ. സകലരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സ്വസ്ഥതയും സമാധാനവും പ്രാപിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.